പലരും ചോദിക്കുന്നുണ്ട്, ഹസ്കർ എന്ന് പറയുന്ന നമ്മുടെ ഈ വക്കീൽ സാർ പറയുന്നുണ്ട്, അമ്മയൊക്കെ കെട്ടി ഇറക്കിയതാണ്, അമ്മയുടെ പിന്നിലൊക്കെ ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ പറയാൻ പഠിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ പഠിപ്പിക്കുകയാണ്. കോടതിയിൽ പോകാൻ വേണ്ടി അമ്മ ഈ പൈസയൊക്കെ കൊടുത്തത് മറ്റുള്ളവരാണ്, പൈസ ഇല്ലാത്ത ആൾ എങ്ങനെ കോടതിയിൽ പോകും? ഇതിനൊക്കെ മറുപടി എന്താണ് അമ്മേ? അതാ ആ സ്വപ്നനെ പഠിപ്പിച്ചില്ല, ചരിതനെയും പഠിപ്പിച്ച പിണറായി. ആ പിണറായി എന്നാ പഠിപ്പിച്ചത്, വേറെ ആരുമല്ല. ആ വണ്ടിപ്പെരിയാറിൽ കിടന്ന ആ കൊച്ചിൻ്റെ ആ കൊന്നവൻ ആ SFIയുടെ ആ നേതാവും കൂടി എന്നെ പഠിപ്പിച്ചത്, അല്ല കോൺഗ്രസ്സുകാരല്ല. എനിക്ക് മുസ്ലിം ലീഗിൽ പോകാം, എനിക്ക് BJP പോകാം, RSS പോകാം. എനിക്ക് ഈ പിണറായിയുടെ ഗുണ്ടകളുടെ അനുവാദമൊന്നും വേണ്ട, അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീധനല്ല ഞാൻ ചോദിച്ചത്. ആ ഗുണ്ടോട് പറ, അവൻ്റെ ശ്രീധനല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ അവകാശപ്പെട്ടതാ. ഒരേ കട്ടിലേ കിടന്നവരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലേ കൊണ്ടുപോയി വോട്ട് ചെയ്തതേ ഇവൻ്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല, ജനങ്ങളെ കൂടെ നോക്കാൻ വേണ്ടേ വോട്ട് കൊടുത്തത്. അയാളുടെ കുടുംബത്തിലെ സ്ത്രീധനം ഞങ്ങൾ ചോദിക്കുന്നില്ല. അയാളെ പോലെ തുല്യ അവകാശമുള്ളവരാ ഈ അവകാശം ചോദിക്കണം. അയാളോട് പോയി പണി നോക്കാൻ പറ. അയാൾ ആരാന്നാ? അയാൾക്കിടെ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട, ഏത് പാർട്ടി വേണമെന്ന്. ഞാൻ നഴ്സറിയിട്ട് പോകും, ഇതെല്ലാം എൻ്റെ സൗകര്യത്തിൽപ്പെട്ടതാണ്. അയാൾക്ക് ചോദിക്കാൻ അർഹതയില്ല. അയാളുടെ സർട്ടിഫിക്കറ്റും വേണ്ട, ആ പിണറായിയുടെ അനുവാദവും വേണ്ട എനിക്ക്. ഞങ്ങൾക്ക് അതിനുള്ള ഫുൾ അധികാരം. അവസാനമായി എന്തായാലും കടുപ്പിച്ച് പിന്നോട്ടില്ല, പൈസ അവകാശപ്പെട്ട പൈസ കുറെ നാളായി കോൺഗ്രസ് ഞങ്ങൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. സൗകര്യപ്പെട്ട പാർട്ടി അമ്മ ഇവരെല്ലാം പറയുന്നത് അമ്മ കോൺഗ്രസ്സുകാരിയാണ്. അല്ല ഇവര് പറയുന്നത് അമ്മ കോൺഗ്രസ്സുകാരിയാണ്, ഈ സർക്കാരിനെ കരിവാരിത്തേക്കാൻ പുറപ്പെട്ടു എന്നാണ്. അത് എന്റെ സൗകര്യത്തിൽപ്പെട്ടതാ. അതാ ഞാൻ പറഞ്ഞത്, അത് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ ഇച്ചിരി ഇല്ലാത്ത അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്ത വർഗമൊക്കെയല്ലേ അവര്. 6 വയസ്സായി 5 വയസ്സായി കൊച്ചനെ പീഡിപ്പിക്കണ പിണറായിയുടെ ഗുണ്ടകളെ CPM-കാർ. നാണം കെട്ട വർത്താനം. അവർക്ക് എന്നാ പറയാൻ നാണമുണ്ടോ അവർക്ക്? ജനം കാണുന്നുണ്ട്. ഇവർക്ക് 4-5 വയസ്സായ കൊച്ചകളെ പീഡിപ്പിക്കാൻ നാണമുണ്ടോ? ആയിട്ട് ചൂട്ട് പിടിക്കണു. ആ നേതാവിന് ചൂട്ട് പിടിക്കണു. എന്ത് വൃത്തിയായിട്ട് പൈസ കിട്ടണം, കിട്ടിയേ പിന്നോട്ടുള്ളൂ അല്ലേ? പറയിപ്പിക്കരുത്. അല്ലാതെ ഈ വൃത്തിയായിട്ട ഭാഷയുടെ ഒന്ന് പറഞ്ഞോണ്ടല്ലോ നാണെങ്കിൽ അത് സതീശനൊന്നും അല്ല, ഞങ്ങളുടെ വായിൽ നല്ലതുകൊണ്ട് പറയാൻ. രണ്ട് കേട്ടോനെ പോട്ടെ. എന്തായാലും നമുക്ക് വേറെ ഭാഷയൊന്നും അമ്മ ഉപയോഗിക്കേണ്ട. അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ പൈസ കിട്ടട്ടെ.